പാർക്കിൻസൺസ് ഡിസീസിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയുടെ കമന്റിൽ ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതായത് പാർക്കിൻസൺസ് രോഗി ഈ രോഗം കൂടുതൽ ഗുരുതരമാകാതിരിക്കാനായിട്ട് നമ്മൾ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കി പറയാം. അതായത് പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗത്തിന് കമ്പവാദം എന്നാണ് ആയുർവേദ നാമം. കമ്പവാദം ഒരു വാതരോഗമാണ്. ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തിന് മൊത്തമായിട്ട് ബാധിക്കുന്നു. ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷത കൊണ്ട് നാഡീതന്തുക്കളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു. ഇതാണ് ഈ രോഗാവസ്ഥയിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഇത്തരം രോഗികൾ ഭക്ഷണത്തിലും ജീവിത രീതികളിലും വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ പറയാം. ചുരുക്കി പറഞ്ഞാൽ വാദം വർദ്ധിക്കുന്നതായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. വാദം വർദ്ധിപ്പിക്കുന്നതായ ജീവിതചര്യകള്, ചിട്ടകള് ഇവര് ഒഴിവാക്കേണ്ടതാണ്. അതുവഴി നമുക്ക് ഈ വാദദോഷത്തെ നിയന്ത്രിച്ചു നിർത്തുകയും അതുവഴി ഈ പാർക്കിൻസൺ അല്ലെങ്കിൽ കമ്പവാദം എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥ നിയന്ത്രിച്ചു നിർത്താനായിട്ട് ഒരു പരിധിവരെ സഹായകരമാകുന്നതാണ്. ശരീരത്തിൽ വാദം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ പൊതുവെ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഭൂമിക്കടിയുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ, അതായത് ചേമ്പ്, ചേന, കൊള്ളി, കൂർക്ക, ഇത്തരം സംഗതികൾ, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ഇത്തരം കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം തന്നെ വാതളങ്ങളാണ്. ഇതെല്ലാം ശരീരത്തിൽ വായുവിനെ വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ ക്യാരറ്റ് കഴിച്ചാൽ വാദവൃദ്ധി ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്ന് ക്യാരറ്റ് മാത്രം കഴിക്കുന്നത് വിരോധം ഉണ്ടാവില്ല. അതുപോലെ ശരീരത്തിൽ വായു വർദ്ധിപ്പിക്കുന്ന, വാദം വർദ്ധിപ്പിക്കുന്ന മറ്റു സംഗതികളാണ് പരിപ്പ്, കപ്പലണ്ടി, ഗ്രീൻ പീസ്, വൻപയർ, കടല, ഉണക്കപ്പയർ, ഇത്തരം സംഗതികൾ. അപ്പൊ ഈ പരിപ്പ് പയർ വർഗ്ഗങ്ങളിൽ നിന്ന് മുതിരയും ചെറുപയറും വാദത്തെ വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരിപ്പ് പയർ വർഗ്ഗങ്ങളിൽ നിന്ന് മുതിരയും ചെറുപയറും, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്ന് ക്യാരറ്റും കഴിക്കാം. മറ്റ് കിഴങ്ങുകളും പരിപ്പുകളും വാദദോഷം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഇവിടെ കമ്പവാദം എന്ന് വിളിക്കുന്ന പാർക്കിൻസൺ രോഗത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിലക്കടല എന്ന് വിളിക്കുന്ന കപ്പലണ്ടി, ഗ്രൗണ്ട്നട്ട്, ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇത് വളരെയധികം വാതളമാണ്, ശരീരത്തിൽ വാദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രോട്ടീന്റെ അംശം കൂടുതലായിട്ടുണ്ട്. ഇതൊരു ആധുനിക ചിന്താഗതിയാണ്, ശരിയുമാണ്. പക്ഷേ ആയുർവേദം ഇത് വാദം വർദ്ധിപ്പിക്കുന്ന സംഗതി ആയതുകൊണ്ട് ഇത് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നില്ല. പാർക്കിൻസൺസ് പേഷ്യൻസിന് ഈ ശരീര പോഷണത്തിനായിട്ട് മറ്റു മൂലകങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് നിലക്കടല, കപ്പലണ്ടി അഥവാ ഗ്രൗണ്ട് നട്ട് ഇതൊഴികെയുള്ള മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ബദാമോ, പിസ്തയോ, കാഷ്യൂ, അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ദഹനശക്തി അല്പം കുറവായിരിക്കുന്നുള്ളതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ കഴിക്കുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രം. അതുപോലെ തന്നെ വാദം വർദ്ധിച്ചിരിക്കുന്ന ഒരു രോഗാവസ്ഥ ആയതുകൊണ്ട് ഇവർക്ക് ദഹനശക്തി പൊതുവെ കുറവായിരിക്കും. അഗ്നിബലം, ഡൈജസ്റ്റീവ് പവർ, ജഠരാഗ്നിയുടെ പ്രവർത്തനം മന്ദഗതിയിലായിരിക്കും എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പം ദഹിക്കുന്ന, നന്നായി പാചകം ചെയ്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക. ഹെവി ആയിട്ടുള്ള, ദഹിക്കാൻ പ്രയാസമുള്ള മാംസാഹാരങ്ങളും എണ്ണപ്പലഹാരങ്ങൾ, എണ്ണയിലിട്ട് വറുത്ത സംഗതികൾ, കൊഴുപ്പടങ്ങിയ സംഗതികൾ, അതായത് മത്സ്യമാംസാദികൾ, വെണ്ണ, നെയ്യ്, തൈര്, നാരുകൾ തീരെയില്ലാത്ത പൊറോട്ട, മൈദ കൊണ്ടുണ്ടാക്കിയ മറ്റ് ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ ദഹിക്കാൻ പ്രയാസമുള്ളതും ദഹനക്കേട് ഉണ്ടാക്കുന്ന, ദഹന തകരാറുകൾ ഉണ്ടാക്കും. ദഹനശക്തി കുറവായിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം സംഗതികൾ, ഇത്തരം ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കുക. എളുപ്പം ദഹിക്കുന്ന, നമ്മുടെ ഒരു കേരളീയ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്ന നിലയിൽ പ്രമേഹമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പൊടിയരിക്കഞ്ഞി കഴിക്കാം രാവിലെയും വൈകിട്ടും. ലഞ്ചിന് ചോറോ ചപ്പാത്തിയോ ഗോതമ്പ് ചോറോ ഗോതമ്പ് കഞ്ഞിയോ കഴിക്കാം. കാലത്ത് വേണമെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കാം. രാത്രിയിലും ഇത് തന്നെ കഴിക്കാം. അതുപോലെ പഴകിയ ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴകിയ ധാന്യങ്ങളായിരിക്കും എളുപ്പം ദഹിക്കുന്നത്. ധാന്യങ്ങൾ പഴകും തോറും ആ നൊലവുണ്ടാക്കുന്നില്ല, കഫത്തെ വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പം ദഹിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതുകൊണ്ട് പഴകിയ ധാന്യങ്ങളായിരിക്കും കൂടുതൽ ഉചിതം. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും മത്സ്യമാംസാദികളും എണ്ണപ്പലഹാരങ്ങളും വെണ്ണ, നെയ്യ്, അത്തരം ഡയറി പ്രോഡക്ട്സും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇവർക്ക് ദഹനം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ദഹന തകരാറ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു സംഗതിയാണ് നാളികേരം. നമ്മളിങ്ങനെ ചിരകി നേരെ ഇടില്ലേ, വറുത്തരച്ച് കറി വെക്കുന്നതല്ല, നേരിട്ട് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ, കാബേജോ കടലക്കോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ നാളികേരം ഇടാറില്ലേ, ഇതുപോലെ നാളികേരം റോ ആയിട്ട് നേരെ ഇട്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അട, പുട്ട്, കൊഴുക്കട്ട, ഇതിലും നാളികേരം നമ്മളിങ്ങനെ നേരെ ഇട്ട് കഴിക്കുന്ന സംഗതി ആയതുകൊണ്ട് അത് എളുപ്പം ദഹിക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നാളികേരം ആ രൂപത്തിൽ കഴിക്കേണ്ട, നമുക്ക് വറുത്തരച്ച് കറികളൊക്കെ വെച്ച് കഴിക്കാം. ദഹന തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സംഭാരം, കാച്ചിയ മോര്, പാല്, ഇതൊക്കെ കഴിക്കാം, വിരോധം ഉണ്ടാവില്ല. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ മുന്തിരി, ചെറുപഴം, തണ്ണിമത്തൻ ഇതൊക്കെ തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് മഴ പെയ്യുന്ന ജൂൺ ജൂലൈ മാസക്കാലം തണുപ്പായിരിക്കും. അക്കാലത്ത് തണ്ണിമത്തനും ചെറുപഴവും മുന്തിരിയൊക്കെ ഇത്തരക്കാരെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഡിസംബർ, ജനുവരി, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ തണുപ്പ്, മഞ്ഞ് വരുമ്പോൾ തണുപ്പ് കൂടുന്നത് വഴി അക്കാലത്തും ഈ മുന്തിരി, തണ്ണിമത്തൻ, ചെറുപഴം, ഇത്തരം പഴങ്ങൾ തണുപ്പ് കാലങ്ങളിൽ ഇത്തരക്കാരെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എല്ലാ പഴങ്ങളും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതും ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ളതാണെന്ന് ആധുനിക പഠനങ്ങളും കണ്ടുപിടിക്കപ്പെട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പഴങ്ങൾ പൊതുവെ നല്ലതാണ്. നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് ദഹന തകരാറ്, ദഹനക്കേട് ഉണ്ടാക്കരുത്. അപ്പൊ അതുകൊണ്ട് പുഴുങ്ങിയ ഏത്തപ്പഴം, അതുപോലെ മാതളം, അനാർ എന്ന് വിളിക്കുന്ന പൊമഗ്രാനൈറ്റ്, ഇതൊക്കെ കഴിക്കാം. ഓറഞ്ച് ജ്യൂസ് കഴിക്കാം. ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ കഴിക്കാം. ദഹന തകരാറ് ഉണ്ടാക്കുന്ന സംശയമുള്ള ഒരു സംഗതിയും കഴിക്കാതിരിക്കുക. പലപ്പോഴും പല എണ്ണക്കടികളും ബേക്കറി സംഗതികളും ദഹന
തകരാറുകളോ ഉണ്ടാക്കുന്നുണ്ടാകാം. ഇത്തരക്കാർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇച്ചിരി കഞ്ഞിയും ചുട്ട പപ്പടവും അധികം മെഴുക്കില്ലാത്തൊരു തോരനും ഒക്കെ ആയിരിക്കും ഇത്തരക്കാർക്ക് രാവിലെയും രാത്രിയും ഉചിതം. ഉച്ചയ്ക്ക് വേണമെങ്കിൽ അല്പം ഹെവി ആയാലും വിരോധം ഉണ്ടാവില്ല. അവിടെയും മത്സ്യമാംസാദികളും ഇത്തരം എണ്ണപ്പലഹാരങ്ങളും ഡയറി പ്രോഡക്ട്സും ബേക്കറി സംഗതികളും ഒക്കെ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ വാദം വർദ്ധിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ വാദം വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് കുളിക്കാനും കുടിക്കാനും ഭക്ഷണവും എല്ലാം ചൂടോടെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീടിനകത്തൊക്കെ ചപ്പൽ ഉപയോഗിക്കുക. തറയിന്ന് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ പാദം മുതൽ ശിരസ് വരെയുള്ള നാഡികൾ തണുക്കും. അതുവഴി ശരീരത്തിൽ വാദം വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് തണുപ്പ് തട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിനകത്തൊക്കെ ചപ്പൽ ഉപയോഗിക്കാം. കാലുകളിൽ സോക്സ് ധരിക്കാം. ഫാനിന്റെ നേരെ താഴെ കിടക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കാം. കാലുകളാണ് വാദത്തിന്റെ സ്ഥാനം. കാലുകളെയാണ് പാർക്കിൻസൺ രോഗത്തിന്റെ ഒരു സ്റ്റേജിൽ നടക്കാനുള്ള മൂവ്മെന്റ്സും സ്റ്റിഫ്നെസ്സും ഒക്കെ ബാധിക്കുക. അപ്പോ ഈ രോഗാവസ്ഥ തന്നെ കമ്പവാദം വർദ്ധിക്കുന്നത് വാദം കൊണ്ടാണ്. വാദം കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ കൂടും, തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ കൂടും. അപ്പൊ അതുകൊണ്ട് കാലുകളെ പ്രൊട്ടക്ട് ചെയ്യണം. സോക്സ് ധരിക്കണം, ചപ്പൽ ധരിക്കണം, കമ്പിളി ഉളനൊക്കെ ധരിക്കണം. ഫാനിന്റെ നേരെ താഴെ കാലുകൾ വരാത്ത രീതിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. തണുത്ത വെള്ളവുമായിട്ടുള്ള പെരുമാറ്റം പരമാവധി ഒഴിവാക്കണം. അടുത്തതായിട്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഉറക്കം. രാത്രിയിൽ ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ വാദം വർദ്ധിക്കും. ഇത്തരക്കാരിൽ വാദം വർദ്ധിച്ചിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവെ ഇവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നിത്യേന ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം അവരുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ചും രോഗതീവ്രതയ്ക്ക് അനുസരിച്ചും അനുയോജ്യമായ തൈലയോഗങ്ങൾ നിശ്ചയിച്ച് പുറമെ നിത്യേന തൈലം തേച്ച് കുളിക്കുന്നത് ശീലാക്കുക. അഭ്യംഗം മതിയാവും. കഴുത്തിന് കീഴെ താഴോട്ട് ശരീരത്തിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള തൈലങ്ങൾ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് തേച്ച് തലോടി ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരക്കാർക്ക് നല്ലതായിരിക്കും. കുളിക്കാനുള്ള വെള്ളം കുറുന്തോട്ടിയോ കരിനൊച്ചിയോ ആവണക്കലയോ പഴുത്ത പ്ലാവിലയോ പേരയുടെയിലയോ പുളിയിലയോ ഒക്കെ ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും. ഇത്തരക്കാരിൽ ഈ ദഹനശക്തി കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മലബന്ധത്തെ ഉണ്ടാക്കുന്ന തരം ഭക്ഷണ പദാർത്ഥങ്ങൾ, ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന, ബ്ലൂട്ടിംഗ് ഉണ്ടാക്കുന്ന, വായുവിനെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ രോഗാവസ്ഥയിൽ വാദം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് അത്തിപ്പഴം, ഫിഗ്സ്. ഇതിനെപ്പറ്റി മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. അത്തിപ്പഴം 1-2 ഉച്ചയോടുകൂടി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാത്രി ഭക്ഷണത്തിന് മുൻപായിട്ട് 2-3 അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഫിഗ്സ് അതും ശോധന ഉണ്ടാവുന്നതിന്, കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇല്ലാതാക്കുന്നതിനും നിത്യേന പതിവായിട്ട് ശോധന കിട്ടുന്നതിനും സഹായിക്കും. ഇത്തരക്കാർക്ക് വാദം വർദ്ധിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇത് പതിവായിട്ട് കാണാറുണ്ട്. ഈ അത്തിപ്പഴം പതിവായിട്ട് കഴിക്കുന്നത് ഈ മലബന്ധം ഇല്ലാതാക്കുന്നതിന് സഹായകരമാകുന്നു എന്ന് ചുരുക്കം. നിത്യേന തൈലം തേച്ച് കുളിക്കുക. ചൂടുവെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ ഭക്ഷണവും എല്ലാം ചൂടോടെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം വാദം വർദ്ധിപ്പിക്കുന്നതാണ്. ശരീരത്തിൽ വാദം വർദ്ധിക്കും തോറും ഈ രോഗ തീവ്രത കൂടിക്കൂടി വരും. അതുപോലെ എപ്പോഴും ഇങ്ങനെ അനങ്ങാതിരിക്കാനും അംഗങ്ങൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും ഒരിടത്തിരിക്കുക ഒരിടത്ത് കിടക്കുക ഇതിനുള്ള ഒരു പ്രവണത ഇത്തരക്കാർ കാണിക്കും. അത് പാടില്ല. നമ്മൾ അനങ്ങാതിരിക്കും തോറും ഈ സ്റ്റിഫ്നെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നടക്കുന്നതും മറ്റു വ്യായാമം, ട്രെഡ്മില്ല്, സൈക്ലിംഗ് ഇത്തരം സംഗതികൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, സൂര്യ നമസ്കാരം ഇതൊക്കെ ഇവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. രാത്രിയിൽ ഒരു 9 മുതൽ രാവിലെ ഒരു 7 മണി വരെ 8, 9, 10 മണിക്കൂർ രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ട് കിടന്നുറങ്ങുക. അതുപോലെ പകൽ സമയത്ത് ഉറങ്ങാതിരിക്കുന്നതിനും ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ദേഹത്തേക്ക് തൈലം പറഞ്ഞതുപോലെ ശിരസിലും എണ്ണയിടുന്നത് നല്ലതാണ്. വാദത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് തൈലപ്രയോഗങ്ങൾ ശ്രേഷ്ഠമാണ്, അത്യാവശ്യമാണ്. വാദത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ഈ രോഗാവസ്ഥയ്ക്കും രോഗതീവ്രതയ്ക്കും ദേഹപ്രകൃതിക്കും അനുയോജ്യമായ ഔഷധങ്ങൾ ഉള്ളിലേക്ക് നിശ്ചയിക്കുന്നതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷനും എടുക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെയും കൊടുക്കുന്ന മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.